ഈ കമ്മിറ്റിയിൽ എതിരില്ലാതെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വന്നത് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഈ കമ്മിറ്റിയിൽ കയറിയിട്ട്. അപ്പൊ നമ്മളൊരു കമ്മിറ്റി ആവുന്ന സമയത്ത് എല്ലാവർക്കും ഒരു അഭിപ്രായം ആവണമെന്നില്ല എല്ലാ കാര്യങ്ങളിലും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ വ്യക്തിവൈരാഗ്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ അവിഹിതം ഉണ്ടാവാൻ ബാക്കി ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊന്നും എന്നോടല്ല പറയുന്നത്, മറ്റു പലരോടും പറഞ്ഞിട്ട് മറ്റു പലരും എന്നോട് വന്ന് പറയുന്നു. ഞാനത് സഹിച്ചു. കാരണം ഒരു പെണ്ണിനെ മോശക്കാരിയാക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേ ആണത്. ഒരു പെണ്ണിനെ തകർക്കാൻ ഏറ്റവും എളുപ്പം അവിഹിത ആരോപണമാണല്ലോ, അല്ലെങ്കിൽ ഏറ്റവും ഒരു ചീത്ത രീതിയിലാക്കി വെക്കാൻ ഏറ്റവും എളുപ്പം അതാണ്. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ വിട്ടു, കോട്ടയം വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം ഉണ്ടായത്, ഞാൻ ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവറെ ഉൾപ്പെടെയുള്ളവരെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് സമാധാനമായി. ഇത്രയൊക്കെ പറയുന്ന ആളുടെ കൂടെയൊക്കെ ഞാൻ എങ്ങനെയാണ് ഒരു കമ്മിറ്റിയിൽ ഇരിക്കുക? അറപ്പൊന്നുമില്ലേ? ഇതൊക്കെ നേരത്തെ തുറന്ന് പറയാമായിരുന്നു. ഇത്രയ്ക്ക് സഹിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാരണം ഇത് ഒരു അമ്മ സംഘടനയല്ലേ, അവിടെ ഒരുപാട് ആൾക്കാരില്ലേ. അപ്പൊ അവിടെ നല്ലൊരു സ്ഥാനത്ത് തന്നെയാണ് അൻസിബയും ഇരിക്കുന്നത്. അപ്പൊ ഇത്രയും സഹിച്ച് ആ ഒരു സംഘടനയിൽ തുടരേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം പലതും സഹിക്കുന്നത് കൊണ്ടാണ് മറ്റു പലർക്കും പലതും അനുഭവിക്കേണ്ടി വരുന്നത്. ശബ്ദമുയർത്താൻ ആദ്യം നമ്മൾ പഠിക്കണം. നമ്മുടെ പല മെമ്പേഴ്സിന്റെ ഇടയിലും ഇരുന്ന് പറഞ്ഞു. അത് കേട്ടു എന്ന് എന്നോട് വന്ന് പറഞ്ഞത് നീന കുറുപ്പ് ചേച്ചിയാണ്. ഇതേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള നീന കുറുപ്പ് ചേച്ചി. നീന കുറുപ്പ് ചേച്ചി ഒഫീഷ്യലി അമ്മയിലേക്ക് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതിയും അയച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും നാളായിട്ട് കണ്ടോണ്ടിരിക്കുന്ന ഒരാള് വ്യക്തിവൈരാഗ്യം കാരണം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ മറ്റു പലരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നീന കുറുപ്പ് ചേച്ചിയാണ് എന്നോട് ഇത് വന്ന് പറഞ്ഞത്. എനിക്ക് ഇപ്പോഴും അത് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു പറയാൻ അയാൾക്ക് എങ്ങനെ തോന്നി എന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. എന്റെ പേര് അൻസിബ ഹസൻ ഉള്ളത് കൊണ്ട് മാത്രമല്ല അങ്ങനെ പറയണത്. ഏറ്റവും വലിയ കോമഡി, ആ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് പല കാര്യങ്ങൾക്കും എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഞാൻ എപ്പോഴും അഭിപ്രായം പറയുന്ന ആളാണ്. അപ്പൊ അഭിപ്രായം മറ്റുള്ളവർ പറയുന്ന അഭിപ്രായം അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. എനിക്കത് ശരിയെന്ന് തോന്നുന്നത് ഞാൻ അംഗീകരിക്കാറുള്ളൂ അത് കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ. അപ്പോ പല അഭിപ്രായങ്ങൾക്കും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടില്ല. എനിക്ക് എതിരെ അഭിപ്രായം ഞാൻ എതിര് തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മയിലുള്ള മിനിറ്റ്സ് എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും ഞാൻ എന്തിനെല്ലാം എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തിനെല്ലാം ഞാൻ എല്ലാവരും പറഞ്ഞ അഭിപ്രായത്തോട് യോജിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതെല്ലാം വ്യക്തിവൈരാഗ്യമാക്കി കാണിച്ചിട്ട് എങ്ങനെയാണോ ഒരാൾക്കെതിരെ ചെയ്യുക? കലാകാരന്മാരുടെ കൂട്ടായ്മയാണ്, പക്ഷെ അവിടെ നടക്കുന്നത് ഇതുപോലെ പരദൂഷണവും ഏഷണിയുമാണ്. ഇല്ല, ഇത്രയും മോശപ്പെട്ട രീതിയിലൊക്കെ ഒരാൾക്ക് എങ്ങനെ സംസാരിക്കാനും പ്രവർത്തിക്കാനും പറ്റുമെന്ന് എനിക്കറിയില്ല. കുടുംബസംഗമം നടക്കുന്നതിന്റെ തലേ ദിവസം പോലും നീന കുറുപ്പേച്ചിയെ കയ്യേറ്റം ചെയ്യാൻ വരെ പോകുന്ന രീതിയിലാണ് അവിടെ വഴക്കുണ്ടായിരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലൊക്കെ ഇതുപോലെ ബഹളം ഉണ്ടാക്കുക, അനാവശ്യ വാക്കുകൾ പറയാം. നീന കുറുപ്പേച്ചിയുടെ പരാതി ഓൾറെഡി പ്രസിഡന്റിനും സെക്രട്ടറിക്കും എത്തിയിട്ടുണ്ടാവും. അത് കുറെ മുന്നേ തന്നെ നീന കുറുപ്പേച്ചി പരാതി ഇട്ടിട്ടുണ്ടെന്നാണ്. ഈ വലിയ തലപ്പത്തിരിക്കുന്ന ഒരു ഗുണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം ഏതെങ്കിലും ഒരു പദവിയിൽ കയറിയിരുന്നാൽ പോരാ, ആ ഒരു സംഘടന നന്നായിട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയായിരിക്കണം. ഒരാളെ മുതൽ ഇപ്പം അതിനകത്ത് ഒരുപാട് അംഗങ്ങളുണ്ട്, എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കണം. അതിൽ വലിപ്പച്ചെറുപ്പം നോക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് നീനക്കുറിപ്പ് വിളിച്ചത്? അസഭ്യ വാക്കുകൾ, മലയാളത്തിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണ്, അതൊക്കെ തന്നെയാണ് വിളിച്ചത്. അത്രയും വൃത്തികെട്ട വാക്കുകൾ വിളിച്ചിട്ട് ആ അമ്മ സംഘടനയിലുള്ള ബാക്കി ആരും ശബ്ദിച്ചില്ലെന്ന് ഓർക്കുമ്പോൾ പുച്ഛം തോന്നുകയാണ്. ഇപ്പം നമ്മളെ ഒരാൾ തെറി പറയുമ്പോൾ, ചീത്ത പറയുമ്പോൾ, മലയാളത്തിലെ ഏറ്റവും വലിയ അസഭ്യ വാക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം അതെന്താണെന്ന്. അപ്പം അത്രയ്ക്കും മോശമായിട്ട് ഒരു സ്ത്രീയെ, അതും ഒരു സംഘടനയിൽ വെച്ച് ഇങ്ങനെ മോശമായിട്ട് വിളിച്ചിട്ട് ആ സംഘടനയിലുള്ള ആരും പ്രതികരിച്ചില്ല പോലും. പിന്നെ എന്താണ് സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിടിച്ചു മാറ്റാൻ ശ്രമിച്ചത് കൊണ്ടാണ് നീന ചേച്ചിയെ അന്ന് തല്ലാതെ വിട്ടതെന്നാണ് ഞാൻ അറിഞ്ഞത്. കയ്യേറ്റം ചെയ്യാൻ പോകുന്ന രീതിയിലായിരുന്നു അന്ന് ബഹളം ഉണ്ടാക്കിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ നീനക്കുറുപ്പിന് എന്താ തൻ്റെ ഇടമില്ലായിരുന്നോ? ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു നടിയാണ്. ഒരു സംഘടനയിൽ വെച്ച് ഒരു അന്യ പുരുഷൻ, ആരും ആയിക്കോട്ടെ, ഒരാൾ മോശമായിട്ട് ബിഹേവ് ചെയ്യുകയും ഇത്രയും ഇതായിട്ട് ചീത്ത പറയുകയും തല്ലാൻ വരെ ഒരുങ്ങിയപ്പോൾ വെറുതെ വിട്ടല്ലോ എന്ന് ആലോചിക്കുന്നത്. നമ്മൾ ലക്ഷ്മിപ്രിയയുടെ ഒരു വോയിസ് ഒക്കെ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു, ഈ നീനാക്കുറുപ്പിനെ തെറി വിളിക്കുന്ന ഒരു വോയിസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഇത് ശക്തമായിട്ട് ഇവർ നടപടി എടുത്തില്ല. അന്ന് ഇത് ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടാവാം ഇവരത് ഒതുക്കി തീർത്തു. പക്ഷെ അതുകൊണ്ടാകും ഇപ്പൊ ഈ വിഷയം ഇത്രയ്ക്കും വഷളായത്. ഞാൻ അവിടെ ഇല്ലായിരുന്നു, പക്ഷെ അത് കണ്ട ഒരുപാട് പേരുണ്ട്, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. നീന ചേച്ചി
ചേച്ചിയോട് ചോദിക്കുന്നതായിരിക്കും കൃത്യമായിട്ടുള്ള അതിനുള്ള ഉത്തരം കിട്ടുക. അന്ന് ആരൊക്കെ പിടിച്ചു മാറ്റിയത് കൊണ്ടാണ് അന്ന് അതിന്റെ മുകളിലോട്ടൊരു പ്രശ്നം ഉണ്ടാവാറ്. ആരൊക്കെയോ എന്ന് പറയാം, അത് അൻസിബയും ആ സമയത്ത് അവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ഇത്രയും പറഞ്ഞ അൻസിബയ്ക്ക് എന്തുകൊണ്ട് അതും തുറന്നു പറഞ്ഞുകൂടാ? അപ്പോഴും പേടിക്കുകയാണ്, എന്തൊക്കെയോ ആരൊക്കെയോ പേടിക്കുകയാണ്. നമ്മൾ എന്ത് കാര്യമാണേലും എവിടെയാണേലും അന്തസ്സായിട്ട് അഭിമാനത്തോടെ ചങ്കൂറ്റത്തോടെ തുറന്നു പറയാൻ ശ്രമിക്കണം. എന്തായാലും ഇതെല്ലാം കണ്ട ആൾക്കാരും അവിടെ ഉണ്ട്, കേട്ട ആൾക്കാരും ഉണ്ട്. കുടുംബസംഗമത്തിന്റെ തലേ ദിവസം രാത്രി 11-12 മണിക്ക് എങ്ങാണ്ട് നടന്ന വിഷയമാണത്. അടിക്കാൻ വേണ്ടി ഓങ്ങി എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാനെങ്ങാനും ആയിരിക്കണം അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയെങ്കിൽ പിന്നെ അവന്റെ കൈ തീരുമാനമായേനെ. എന്റെയും ഏറ്റവും വലിയ അത്ഭുതം. അപ്പൊ അങ്ങനെ ഞാനൊരു കമ്മിറ്റിയിൽ തുടരുന്നതാന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് പേടി, സത്യം പറഞ്ഞ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ഞാനിതൊക്കെ പറഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം ആ അസോസിയേഷനിലുള്ള മെമ്പേഴ്സ് എല്ലാരും ഭയങ്കര പാവം കുറെ മെമ്പേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം കൃത്യമായിട്ട് ഹെൽപ്പുകളും കിട്ടുന്നുണ്ട്. അവരെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഈ കാരണങ്ങൾ പറഞ്ഞിട്ട് ആ സംഘടനയ്ക്ക് ഒരു ചീത്തപ്പേരാവുമെന്ന് പേടിച്ചിട്ട് മാത്രമാണ് പുറത്ത് പറയാതിരുന്നത്. അതുപോലെ എനിക്ക് പേടിയുണ്ടായിരുന്നു എന്റെ കരിയറിനെ ബാധിക്കുമെന്ന്. എല്ലാ തരത്തിലും പേടിയുണ്ടായിരുന്നു. പിന്നെ ഇത് കേട്ടതിന്റെ ഒരു ട്രോമ ഉണ്ടായിരുന്നു. എല്ലാവരും ഇതാണല്ലോ, ഈ ഒരു ഫീൽഡിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ തൻ്റെ കരിയറിനെ ബാധിക്കുമോ എന്ന് വിചാരിച്ചിട്ട് പലതും അങ്ങ് മറയ്ക്കും, പലതും അങ്ങ് ഉള്ളിൽ ഒതുക്കും, ക്ഷമിക്കും. പിന്നെന്തിനാ പിന്നെ കുറേ നാളൊക്കെ കഴിയുമ്പം ഇതൊരു തുറന്നു പറച്ചിലായിട്ട് പുറത്തു വരും. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം. അപ്പൊ ഞാൻ വിചാരിച്ചു, എനിക്ക് എന്റെ മാനസിക സമ്മർദ്ദം കാരണം തന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റണില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അമ്മ കുടുംബസംഗമം ഫെബ്രുവരിയിലായിരുന്നു നടന്നത്. അത് നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഫെബ്രുവരി 21 ഞാൻ എന്റെ രാജി സമർപ്പിച്ചു. ആ രാജിയിൽ ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ പറഞ്ഞത് എനിക്ക് ജോലി തിരക്കുകൾ കാരണം ഞാൻ രാജിവെക്കുന്നു. അപ്പോ ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും പല കോ ആർട്ടിസ്റ്റുകളും വന്നിട്ട് പല കാര്യങ്ങളാണ് എന്നോട് പറയുന്നത്. എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇത് കേൾക്കുമ്പോ ഞാൻ ആദ്യം സെക്രട്ടറിക്കും പ്രസിഡന്റിനോട് വാട്സപ്പിൽ നോട്ട് ഇട്ടത് ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ അമ്മയിലേക്ക് മെയിലും അയച്ചു രാജിവെക്കുന്നു. അപ്പൊ ഞാൻ റീസൺ ആകെ ഇട്ടത് എനിക്ക് ജോലി തിരക്കുകൾ കാരണം ഞാൻ പോവാണെന്ന്. കാരണം എനിക്ക് ഇനി അവിടെ നിന്നിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് എന്റെ മെന്റൽ ഹെൽത്ത് നശിച്ചു പോകുന്ന പേടിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇന്ന് സെക്രട്ടറി അപ്പൊ പ്രസിഡന്റ് അത്ഭുതപ്പെടുന്ന ഒരു ഇമോജി എനിക്ക് അയച്ചു, എന്തിനാണ് രാജിവെച്ചതെന്ന്. വേറെ ഒന്നും ചോദിച്ചില്ല. സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്തിനാണ് രാജിവെച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു സെക്രട്ടറിയോട് ഇന്നതാണ് വിഷയം, എന്നെ മതതീവ്രവാദിയാക്കി അവസാനം ജിഹാദി എന്ന് പറഞ്ഞു എന്നെ പറ്റി. അതിന് പോലും ടിനി ടോമിന്റെ ഒരു സംഘം ഉണ്ട് കൂടെ. പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇനിയും പലതും അടിച്ചേർന്നു. എനിക്ക് വയ്യത് താങ്ങുന്നതിനൊരു പരിധിയുണ്ട്. പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കെതിരെ മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ പരാതി കൊടുത്തു. അന്ന് ഞാൻ മാക്സിമം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ പരാതി അയച്ചതാണ്, ഞാൻ പറഞ്ഞതാണ് ഇത് നിങ്ങൾ അന്വേഷിക്കണം എന്ന്. രണ്ട് ഭാരവാഹികൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. മെസ്സേജ് അതിനകത്ത് ഒന്നും ഇല്ലാത്തൊരു മെസ്സേജ് കണ്ടിട്ട് അത് വളച്ചൊടിച്ചതാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ല. ആ സ്ത്രീയുടെ ഭർത്താവിനെതിരെ എന്തുകൊണ്ട് ഡൊമസ്റ്റിക് വയലൻസിന് എഫ്ഐആർ ഇട്ടിട്ടില്ല? അൻസിബ പറഞ്ഞൊക്കെ കേട്ടിട്ട് സംഭവം വളരെ ഗുരുതരമാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഈ അൻസിബ നേരിട്ടിട്ട് ആ അമ്മയിലുള്ള സംഘടനയിലുള്ള ആൾക്കാരും ഈ കുട്ടിയുടെ കൂടെ നിന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരം. ഈ ശ്വേതാമേനോനെ പോലെ നമ്മൾ പുറമേ കാണുമ്പോൾ വിചാരിക്കും വലിയ ആളാണ്, അത്രയും ആ ഒരു സംഘടന കൊണ്ടുപോകാൻ കഴിവുണ്ട്, ബാക്കിയുള്ളവർക്കൊക്കെ നല്ല ഹെൽപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിവരങ്ങൾ ഇവരെ ധരിപ്പിച്ചിരുന്നത്. എന്നിട്ട് പോലും നീ റിസൈൻ ചെയ്യണ്ട, ഇതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയാൻ മനസ്സ് കാണിച്ചിട്ടില്ല പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും. എന്തായാലും വളരെ മോശം. ഇതിപ്പോൾ അമ്മ സംഘടനയാണോ അതോ പരദൂഷണ കമ്മിറ്റിയാണോ? അപ്പം ഈ കേസ് കൊടുത്ത യുവതി ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പം ഈ കേസ് കൊടുത്ത സ്ത്രീ ആരാണെന്ന് അൻസിബ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആ സ്ത്രീ ആരാണെന്നും ഭർത്താവ് ആരാണെന്നും. അപ്പം എന്തായാലും അൻസിബ ഇവിടെ വെളിപ്പെടുത്താത്തത് കൊണ്ട് ഞാനും പറയുന്നില്ല. നമ്മളൊന്ന് ഊഹിച്ചാൽ ആർക്കും മനസ്സിലാകാം, ഒന്ന് ഊഹിച്ച് നോക്കിയാൽ മതി. അമ്മയിൽ നടന്ന വിഷയങ്ങളൊക്കെ കുറച്ചൊക്കെ പബ്ലിക് ആയായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തും. അപ്പോൾ എന്തായാലും പ്രശ്നം വളരെ മോശമാണിത്. പക്ഷേ ലാലേട്ടൻ ഇരുന്നപ്പോൾ പോലും ഇത്രയധികം വിഷയം പുറത്തേക്ക് വന്നിട്ടില്ല. അകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു പ്രശ്നങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ല. ഈ സംഘടനയിലുള്ള കാര്യങ്ങൾ ഇതുപോലെ ഒരു ന്യൂസ് ചാനലിൽ വന്നിരുന്ന് പറയേണ്ട ഒരവസ്ഥ വന്നെങ്കിൽ ആ സംഘടനയുടെ ആ സംഘാടകരുടെ കഴിവ് കുറവാണ്.
ഇപ്പം പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും മറ്റുള്ളവരാണേലും ഇത്രയധികം വിഷയങ്ങൾ അതിനകത്ത് നടക്കുന്നെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാനോ ആ അമ്മയിലെ സംഘടനയിലെ ആൾക്കാരെ നല്ല രീതിയിൽ നേരാവണ്ണം കൊണ്ടുപോകാനോ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ഈ സംഘാടകർക്ക് കഴിവില്ലെങ്കിൽ നിർത്തിപ്പോവുക. ഈ ഒരു സംഘടനയുടെ പോലും ആവശ്യമില്ല. സ്ത്രീകൾക്ക് എന്തോ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറയുന്നതല്ലാതെ എവിടെയും സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വവും കിട്ടുന്നില്ല എന്നുള്ളതാണ്. എവിടെ നോക്കിയാലും സ്ത്രീകൾക്ക് മുൻഗണനയാണ്. എവിടെ ചെന്നാലും സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ ഒരുപാട് നേരിടേണ്ടി വരും. അധികാരം എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. പണവും അധികാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സുരക്ഷിതത്വവും, എല്ലാ സ്ത്രീ എന്ന് പറയുന്ന കാര്യങ്ങളും, സ്ത്രീകളുടെ എല്ലാവിധ അവകാശങ്ങളും ഈ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും താഴെ തന്നെയായിരിക്കും. അപ്പം എന്തായാലും ഈ ഒരു സ്ത്രീ ഇത്തിരി നല്ല പ്രായമുള്ള സ്ത്രീയാണ്, അത്യാവശ്യം ഭയങ്കര വിവരം ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു സ്ത്രീയാണ്. അത്രയുള്ള ഒരു സ്ത്രീ ഇതുപോലെ ഈ അൻസിബ എന്ന് പറയുന്ന കുട്ടീനെ, ഒരു പെൺകുട്ടിയെ ഈ സ്റ്റേഷനിലേക്ക് വിളിക്കുകയും 3 മണിക്കൂർ ബുദ്ധിമുട്ടിപ്പിക്കുകയൊക്കെ ചെയ്ത അത്രയ്ക്ക് വിവരമുള്ളത് കൊണ്ടാണ്, വിവരം കൂടിപ്പോയത് കൊണ്ടാണ്. ഭർത്താവ് വീട്ടിൽ പ്രശ്നമുണ്ടാക്കി ഭർത്താവ് അടിച്ചുവെങ്കിൽ ഭർത്താവിനെതിരെ പോയി കേസ് കൊടുക്കുക. അതാണ് അന്തസ്. അല്ലാതെ ഭർത്താവിന് മെസ്സേജ് അയച്ചു എന്നും പറഞ്ഞിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ച ഭർത്താവിന് സേഫ് ആക്കി വെച്ചിട്ട് ഈ പെൺകുട്ടിയെ, മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ പെൺകുട്ടിക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തു. അപ്പോൾ പോലീസുകാരെന്തായാലും കേമമാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ ഈ പോലീസുകാർ ഭർത്താവിനെതിരെ യാതൊരുവിധ കേസോ കാര്യങ്ങളോ എടുക്കാതെ ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുകയും 3 മണിക്കൂർ അവിടെ ഇരുത്തി ബുദ്ധിമുട്ടിപ്പിക്കുകയും പിന്നീട് ഈ ഒരു കേസിന് പിന്നെയും വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്തത് ഈ പെൺകുട്ടി മാത്രം. ഒരു ഭർത്താവിന്, ഇവരുടെ ഭർത്താവിന് മെസ്സേജ് അയച്ച ഒറ്റ കാരണം കൊണ്ട് ഇങ്ങനെ കേസെടുത്ത ആ ഒരു പോലീസുകാരെ ഞാൻ നമിച്ചിരിക്കുകയാണ്. കൊള്ളാം, പോലീസുകാരായാലും ഇങ്ങനെ വേണം. ഇതിനാണല്ലോ സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. അതായിരിക്കും അന്തസ്. നല്ല പോലീസുകാരാണ്, പോലീസ് സ്റ്റേഷനാണ്, തൃപ്പൂണിത്തറയാണ്. അപ്പം തന്നെ ആൾക്കാർക്ക് മനസ്സിലാകും തൃപ്പൂണിത്തറ എന്ന് പറയുമ്പോൾ ആരാണ് എന്താണെന്ന് ഊഹിക്കാം. അപ്പം എന്തായാലും അൻസിബ കുറച്ചും കൂടി മുന്നേ ഇത് തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, അൻസിബയ്ക്കെതിരെ ഇത്രയധികം ഇതെടുത്തപ്പോൾ ഇപ്പം ഈ നമ്മുടെ കാലത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. വീഡിയോ പിടിച്ച് വെക്കാം, മൊബൈലിൽ, അങ്ങനെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം, തെളിവുകൾ ശേഖരിച്ച് വെക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും അൻസിബയ്ക്ക് ചെയ്യാമായിരുന്നു. അത് മാത്രമല്ല, സ്പോട്ടിൽ പ്രതികരിക്കണമായിരുന്നോ? നമ്മളവർ പറഞ്ഞപ്പോൾ നോ പറയുക മാത്രമല്ല, ഇതുപോലൊരു തെറി പറഞ്ഞപ്പോൾ, ഒരു പെണ്ണിനെ അടിക്കാൻ കൈ ഓങ്ങിയപ്പോൾ, ഇത്രയധികം ബുദ്ധിമുട്ടുകൾ, ഒരു പെൺകുട്ടിക്കെതിരെ ഇതുപോലെ അപവാദം പറഞ്ഞ് പരത്തിയപ്പോൾ ഇതിനൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കണമായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഈ പഴികളും ഈ അപവാദങ്ങളും കേട്ട് സഹിച്ച് റിസൈൻ കൊടുത്ത് പിന്നീട് പ്രതികരിച്ചത് തെറ്റായിപ്പോയി. ചെയ്യേണ്ടത് അന്നേരം ചെയ്യണമായിരുന്നു. അന്നേരം ചെയ്യേണ്ട കാര്യം ആ നിമിഷം ആ സമയത്ത് ചെയ്യണമായിരുന്നു. ഇത്രയും വളർത്താൻ അനുവദിക്കരുതായിരുന്നു. അതുകൊണ്ടല്ലേ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് മാത്രമല്ലേ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് ആ സ്ത്രീ ആയാലും ആരായാലും. എന്തായാലും അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയും പല കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് പറയുകയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള മേലാളന്മാരെ താങ്ങി നിൽക്കുകയും ചെയ്താൽ ഇതുപോലെ സ്ഥാനങ്ങളും കിട്ടും. അതുപോലെ ഇങ്ങനെ തുടരുകയും ചെയ്യാം, ചാൻസും കിട്ടും. അത്യാവശ്യം സെലിബ്രിറ്റി ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം. അതിൻ്റെ ഇടയിൽ കുടുംബം തകർന്നാൽ എന്ത് തകർന്നില്ലല്ലോ. അപ്പം മുമ്പ് ഇതുപോലെ പല കാര്യങ്ങളും പല സ്ത്രീകളും പറഞ്ഞപ്പോൾ അന്ന് ആരും പ്രതികരിച്ചില്ല. അൻസിബ അടക്കം ആരും പ്രതികരിച്ചില്ല, ആർക്കൊപ്പവും നിന്നില്ല. ആ അമ്മയിൽ നിന്നും ഒരുപാട് പേര് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അന്ന് തൻ്റെ ഇടത്തോടെ ചേർത്ത് നിർത്താൻ അവർക്കൊപ്പം ആരും നിന്നിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അമ്മ സംഘടനയിൽ കുറച്ച് പേര് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ടല്ലോ, മൗനം പാലിച്ചിട്ട്. ഇപ്പോൾ അൻസിബ നേരിടുന്ന അനുഭവം നാളെ അവർക്കും ഉണ്ടാകും. ഇതിപ്പം ഈ അമ്മ സംഘടനയിൽ മാത്രമല്ല കേട്ടോ, എവിടെയാണേലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കുക. വീട്ടിൽ പെണ്ണുപിള്ളമാരോടും അമ്മമാരോടും പെങ്ങന്മാരോടും പറയുന്ന വർത്തമാനം നാട്ടിൽ കണ്ട പെണ്ണുങ്ങളോടല്ല തീർക്കേണ്ടത്. അത് തീർക്കാൻ വന്ന വിവരം അറിയിച്ചു കൊടുക്കണം. പെണ്ണ് എന്താണെന്നുള്ള വിവരം അറിയിച്ചു കൊടുക്കണം. അതിന് കഴിവുണ്ടാകണം ഓരോ സ്ത്രീക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.